أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الصلاة والسلام على رسول الله അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു 22ാമത്തെ ആയത്താണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. സൂറത്തുൽ മുൽക്കിലെ ക്വസ്റ്റ്യനിങ്, ഒരുപാട് റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുൽക്കിൽ ഇതുവരെ ചോദിച്ചു വന്നുകൊണ്ടേയിരുന്നു. അതിലെ അവസാനത്തെ ചോദ്യമാണ് ഈ ഒരായത്ത്. ഇതിന് ശേഷവും ചോദ്യങ്ങളുണ്ട് ഇനിയുള്ള ആയത്തുകളിലും. ആ ചോദ്യം പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിനോടാണ് പറയുന്നത്. അവരോട് ചോദിക്കൂ, കുൽ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. കുലറായി തുമിന ലക്കനി അള്ളാഹു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആയത്തുകൾ വരാനുണ്ട്. കുലറായി തുമിന അസ്ബഹമാക്കും എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ് അവിടെ അഭിസംബോധന ചെയ്യുന്നതും അവരോട് ചോദിക്കാൻ പറയുന്നത്. ഇതുവരെ ഉള്ളത് നേരിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതായത് ഇത് വേറൊരു റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ആയത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ഉപമാണ്, പാരബിൾ എന്നാണ് ഇംഗ്ലീഷിൽ പറയല്. ഇതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, മുഖം കുനിച്ചുകൊണ്ടും തല കുനിച്ചുകൊണ്ടും നടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് അഹ്ദാ, നേരായ, അതാണെങ്കിൽ റൈറ്റ്ലി ഗൈഡഡ് എന്നാണ്. അപ്പൊ റൈറ്റ്ലി ഗൈഡഡ് ആയിട്ട് ഉള്ള വ്യക്തി എന്ന് പറയുന്നത് ഈ മുഖം കുനിച്ചുകൊണ്ടും നടന്നു പോകുന്നവനാണോ, അതോ നേരായ സ്ട്രീറ്റ് അമ്മൻ എംഷി സവിയൻ സ്ട്രീറ്റ് ആയിട്ട് പോകുന്നവനാണോ, ആലാ സിറാത്തിൽ മുസ്തഖീം സിറാത്തിൽ മുസ്തഖീമിലുള്ളത് എന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. ഈ റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻസിൽ തന്നെ ആൻസർ ഉണ്ട്. ഇത് ഒരു ആൻസർ പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഈ ചോദ്യം ചോദിക്കുന്നത്. ചോദ്യത്തിന്റെ ആൻസർ വളരെ വ്യക്തമാണ്. ജനങ്ങളെ ചിന്തിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രേരിപ്പിക്കുന്നതാണ്. അതൊരു ക്വസ്റ്റ്യൻ രൂപത്തിലാണ് ചോദിക്കുന്നത്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, തല കുനിച്ചുകൊണ്ട് മുക്കിബ്ബൻ അലാ വജി, അവരെ മുഖം താഴ്ത്തിക്കൊണ്ട് തല കുനിച്ചുകൊണ്ട് നടന്നു പോകുന്നവരെന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് റെഫർ ചെയ്യുന്ന സത്യനിഷേധികളെയാണ്. അതായത് സത്യം കണ്ടിട്ടും മനസ്സിലാക്കിയിട്ടും അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കപ്പെട്ടിട്ടും അതിനെ ചെവി കൊള്ളാണ്ട് അവരുടേതായ ലോകത്ത് പോകുന്ന ആൾക്കാർ അവര് തല കുനിച്ച് പോകുന്ന ഒരു വ്യക്തിയെ പോലെയാണ്. അതായത് അവർക്ക് മുമ്പിലോട്ടുള്ള വഴി അവർക്ക് കാണൂല. അവര് സ്ലിപ്പ് ചെയ്ത് ബിയും ട്രിപ്പ് ചെയ്യും. കാരണം അവര് തല കുനിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അവര് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതിന്റെ ഒരു ലക്ഷ്യം അവർക്കില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ അള്ളാഹുവിനെയും റസൂലിനെയും സത്യവിശ്വാസത്തെയും അവഗണിച്ചും തള്ളി പറഞ്ഞു പോകുന്നവർ എന്ന് പറയുന്നത് ഇതിലേക്കാണ് കമ്പയർ ചെയ്യപ്പെടുന്നത്. അവര് ലക്ഷ്യം ഇല്ല, ലക്ഷ്യം എങ്ങോട്ടേക്കാന്ന് അവർക്ക് അറിയില്ല. അവർ മുന്നോട്ട് പോകുന്ന യാത്രയിൽ അവർ വീണുകൊണ്ടും ട്രിപ്പ് ചെയ്തുകൊണ്ടും ഫോളോ ചെയ്തുകൊണ്ടും ഒക്കെ ഉള്ളതാണ്. അതൊക്കെ ഈ സിറാത്തുൽ മുസ്തഖീമിന്റെ സൈഡിൽ നിന്ന് വന്നിട്ട് ഷൈത്യാനിയത്തും അവരുടെ നഫ്സും നിന്നുള്ള വിംസും ഡിസയേഴ്സ് ഒക്കെ വെച്ചിട്ട് അവർ പുല്ല് ചെയ്യപ്പെടുകയാണ്. അപ്പൊ അവർക്ക് കാണുന്നില്ല മുമ്പോട്ട് എങ്ങോട്ടാണ് പോകുന്നത്. അതേ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അമ്മൻ എംഷി സവിയൻ, സവിയ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ആയി പോകുന്നവർ. എംഷി സവിയൻ, എംഷി എന്ന് പറയുന്നത് അവൻ നടന്നു പോകുന്നു, അതായത് ഫീൽ മുബാരിയാണ്, ഇത് പ്രസന്റ് ടെൻസ്. അപ്പൊ ഈ നേരായ സ്ട്രെയിറ്റ് ആയിട്ട് മാർഗത്തിൽ പോകുന്നവൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ അന്ത്യപ്രവാചകൻ കൊണ്ടുവന്ന സത്യസന്ദേശത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്നവൻ എന്ന് പറഞ്ഞാൽ അവൻ സവിയിലാണ്, സ്ട്രെയിറ്റ് ആണ്. അവൻ അറിയാൻ നേരിട്ട് എന്താണ് ഡയറക്ഷൻ, അവന്റെ ഫോക്കസ് ഉണ്ട്, അവന് ഡയറക്ഷൻ ഉണ്ട്, ഒരു ഡിറ്റർമിനേഷൻ ഉണ്ട്. ആ രീതിയിലാണ് പോകുന്നത്. അങ്ങനത്തെ ഒരു അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ആലാ സിറാത്തിൽ മുസ്തഖീം, അവരാണ് ശരിക്കുള്ള സിറാത്തുൽ മുസ്തഖീമിലുള്ളത്. ഈ സിറാത്തുൽ മുസ്തഖീം എന്താണ്? സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് 17 പ്രാവശ്യമെങ്കിലും ഒരു ദിവസം നിങ്ങൾ അപേക്ഷിക്കണം. എന്ത്? ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, യാ റബ്ബ് ഞങ്ങളെ സിറാത്തുൽ മുസ്തഖീമിൽ നീ നടത്തണേ എന്ന് പറഞ്ഞിട്ടാണ്. എന്നിട്ട് അതിന്റെ പിന്നെയും 2-3 കണ്ടീഷൻ പറയുന്നുണ്ട്. അതായത് ഇതിനെ സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ, നീ സിറാത്തുൽ മുസ്തഖീം നൽകി അനുഗ്രഹിച്ച് ഞങ്ങളുടെ മുൻഗാമികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ആക്കണേ. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, കോപം വർഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലോ അല്ലെങ്കിൽ വലദ്ദാലിൻ പിഴച്ചുപോയവരുടെ കൂട്ടത്തിലോ ആക്കരുതേ ഞങ്ങൾ റബ്ബെ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മളെ ഗൈഡ് ചെയ്യേണ്ടത് ഈ സ്ട്രെയിറ്റ് ആയ മാർഗത്തിൽ നമ്മളെ പോകാനും ആ സിറാത്തുൽ മുസ്തഖീമിൽ നിലനിൽക്കാനും നമുക്ക് അള്ളാഹുവിന്റെ സഹായം വേണം, ഡിവൈൻ. അതിന് നമ്മൾ അള്ളാഹുവിനോട് വഴിപ്പെട്ട് അള്ളാഹുവിനോട് ഒരു ഹ്യൂമിലിറ്റിയോടെ, വളരെ വിനയത്തോടെ താഴ്മയോടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് 17 പ്രാവശ്യം നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക. വളരെ ബെയർ മിനിമം അത്രങ്ങ് ചോദിക്കുക. അപ്പൊ അങ്ങനത്തെ ആൾക്കാരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അവരാണ് സ്ട്രെയിറ്റ് ഇതിലുള്ള. മറ്റവര് മുക്കിബ്ബൻ അലാ വജ്ഹി, തല കുനിച്ചുകൊണ്ട്. ഇതിനാവലെ ഒരു പാരബിൾ, അടുത്തതിനാവലെ ഒരു പാരബിൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് സജ്ദയിൽ പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് ചോദിക്കുന്നത്, വലൗ തറാ ഇദിൽ മുജ്രിമൂന നാഖിസു ഇല
റുഹൂസിഹിം ഇൻദ റബ്ബിഹിം റബ്ബന അബ്സർന വസമീന ഫർജിന നിഅമൽ സ്വാലിഹൻ ഇന്നാ മൂഖിനൂൻ. അവർ നാളെ അന്ത്യനാളിൽ ഈ കുറ്റവാളികൾ, സത്യനിഷേധികൾ, അവരെ തല കുനിച്ചു നാഖിസു റുഹൂസിഹിം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അവരുടെ റുഹൂസുകളെ, റുഹൂസ് റഹ്സ് എന്നല്ലെങ്കിൽ തല എന്നാണ്, അവരുടെ തല കുനിച്ചുകൊണ്ട് അവർ നാളെ അന്ത്യനാളിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നിന്നിട്ട് പറയും റബ്ബന. അന്ന് അവർ ഞങ്ങളെ റബ്ബേന്ന് വിളിക്കും. റബ്ബന എന്ന് വെച്ചാൽ ഞങ്ങളെ റബ്ബേന്നാണ്. അന്ന് അള്ളാഹുവിനെ അവർ തിരിച്ചറിയും. അള്ളാഹുവിനെ ഞങ്ങളെ റബ്ബേ എന്നാണ് അവർ വിളിക്കുന്നത്. റബ്ബന അബ്സർന വസമീന, ഞങ്ങൾ കണ്ടു, ഞങ്ങൾ കേട്ടു. ഫർജീന, ഞങ്ങളെ തിരിച്ചയക്കൂ. നിഅമൽ സ്വാലിഹൻ, എന്തിന് തിരിച്ചയക്കൂ? നിഅമൽ സ്വാലിഹൻ, സ്വാലിഹായ അമലുകൾ ചെയ്തു വരാൻ. ഇന്നാ മൂഖിനൂൻ, ഇന്ന് ഞങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് യക്കീൻ. മൂഖിനൂൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് യക്കീനായി കാര്യങ്ങൾ മനസ്സിലായിരുന്നു. പക്ഷെ അവർക്ക് ഒരു ചാൻസ് ഒരിക്കലും കൊടുക്കപ്പെടുകയില്ല എന്നുള്ളത് ഉറപ്പല്ലേ? അപ്പൊ അതാണ് സംഭവം. അപ്പൊ അവർ ചോദിക്കുന്നത് തിരിച്ച് ഞങ്ങൾ അയക്കൂ നിഅമൽ സ്വാലിഹൻ, സ്വാലിയായ അമലുകൾ ചെയ്യാൻ ഞങ്ങൾ അയക്കൂ എന്നാണ് അവർ പറയുന്നത്. ആ സ്വാലിയായ അമലുകൾ ചെയ്യാനാണ് എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരും, ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ട, ആ സ്വാലിയായ അമലുകൾ ചെയ്യാനാണ് ഈ ഒരു അവസരം നമുക്ക് കിട്ടിയിട്ടുള്ളത്. എന്നാണ് നമ്മുടെ ജീവിതം എത്രമാത്രം നീണ്ടു നിൽക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ആ കിട്ടിയ അവസരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന സ്വാലിയായ അമലുകൾ ചെയ്യാൻ നമുക്ക് പറ്റട്ടെ. കാരണം നാളെ അന്ന് മുജ്രിമീങ്ങൾ, കുറ്റവാളികൾ അന്ന് അള്ളാഹുവിനോട് ഒരു ചാൻസിന് ചോദിക്കുന്നത് തിരിച്ചു പോയിട്ട് സ്വാലിയായ അമലുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ കാര്യങ്ങൾ ഉൾക്കൊള്ളാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച് നൽകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.